ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഭയങ്കര ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ചോദിച്ചാൽ എൻ്റെ ആവശ്യങ്ങൾക്കായിരുന്നു ഞാൻ കൂടുതൽ യാത്ര ചെയ്യാറ്. ഏർലി സ്റ്റേജിലൊക്കെയുള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള അഡ്വഞ്ചേഴ്സ് ട്രിപ്പുകളായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വലിയ റിസ്കി സ്ഥലങ്ങളിൽ പോകുന്നതാണല്ലോ അഡ്വഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സലീം എന്ന് പറയുന്ന എൻ്റെ വളരെ ക്ലോസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് വിളിച്ചിട്ട് നാട്ടിൽ നിന്ന്, എൻ്റെ നാട് മുക്കത്തെന്ന് പറഞ്ഞു, നമുക്ക് ഇന്ന് രാത്രി ഒരു ഫാം ഹൗസിൽ പോകണം. ആ ഫാം ഹൗസ് നിൽക്കുന്നത് സത്യമംഗലം കാട്ടിൻ്റെ ഉള്ളിലാണ്. പ്രിപ്പറേഷനൊന്നുമില്ലായിരുന്നു. 4 വീൽ ജീപ്പിലാണ് പോകുന്നത്. വളരെ ലേറ്റായി. കാടടക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കാടടക്കാൻ പോവാണ്, റിസ്ക്കാണ് ഉള്ളിലേക്ക് പോകുന്നത്, ആനയും കടുവയും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടമായി. അന്ന് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല. ഒരു കോൺടാക്ട് പേഴ്സൺ ഉണ്ട്, അദ്ദേഹത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, റൂട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. ഒരു മൊമെൻറ്റിലെത്തിയപ്പോൾ നമുക്ക് മൊബൈൽ റേഞ്ച് പോയി. ഏകദേശം 12:30 ആയി നൈറ്റിൽ. ശരിക്കും പറഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ വഴി തെറ്റി. ഇടയ്ക്ക് റേഞ്ച് കിട്ടുമ്പം ഇയാളെ വിളിക്കുന്നു, വീണ്ടും കട്ടാവുന്നു, വിശക്കലും തുടങ്ങി. പക്ഷേ അത് ഡ്രൈവ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന സലീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ത്രില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു മലൻ്റെ മുകളിൽ ഒരു റേഞ്ചിൽ കിട്ടി. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം റൂട്ടിലേക്ക് ബൈക്കായിട്ട് വന്നു. കുറച്ച് നടന്ന് ഫാം ഹൗസിലെത്തി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അത്യാവശ്യം കിടക്കാനൊക്കെ സൗകര്യമുള്ളൊരു വീടുണ്ടാവും. പിന്നെ വലിയ ബടായി വിട്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ എവിടെയാണ് കിടക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെയെന്നാണ്. അപ്പോൾ നിലത്ത് ഓല വിരിച്ചിട്ട് കിടക്കുക, ചുറ്റും ഓലപ്പുര. ബിജു എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ കെയർ ടേക്കർ. അപ്പോൾ നല്ല ചുട്ട ചിക്കണും കുറച്ച് കപ്പയൊക്കെ ആയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അതിന് ഫുഡ് കഴിച്ചു. ഒരു 3 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോൾ കിടന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മളെ ഓലപ്പുരേൻ്റെ ചുറ്റും പെട്ടെന്ന് തീ കണ്ടു. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ്, ബിജു എന്താണിത്, തീയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആകെ പുര കത്തിപ്പോവോ? ബിജു പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തീ ഇട്ടതാണ്, തൊട്ടടുത്ത് ആനകൾ വന്ന് കിടക്കുന്നുണ്ട്. അതോടുകൂടി എൻ്റെ ഉറക്കം പോയി. പുലർച്ചെ സൺറൈസിൻ്റെ സമയത്ത് എണീറ്റ് വേഗം അവിടുന്ന് തടിയെടുത്തു. അന്നതൊരു ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ അതിന് ശേഷം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ക്യാഷോ അധികമല്ല, പാരൻസിനോടൊക്കെ ചോദിച്ചിട്ട് പോകണം. ആ യാത്രകൾ ഞാൻ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചെടുക്കുക പ്ലാൻ ചെയ്യും. നമ്മളൊരു പ്ലാൻ ചെയ്യാത്ത യാത്ര തുടങ്ങിയാലോ എന്ന് പറയും. അപ്പോൾ അവരതിന് പറയും, അതിന് നിന്നെ കിട്ടില്ലല്ലോ, ഞങ്ങൾ ഓക്കെയാണ്. എൻ്റെ പ്രൊഫഷൻ ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും അതിൽ ഹെക്റ്റിക് ഷെഡ്യൂൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾ എനിക്കിപ്പം ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട്. ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ട്രിപ്പിൽ നമ്മളെ കുറേ ലെസൺസ് ഉണ്ടാവും. ഏതിനെയും പെട്ടെന്ന് ഫേസ് ചെയ്യാനും ടാക്കിൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നത് ഇത്തരം ലെസൺസാണ്. ഞാൻ ബേസിക്കലി ബിസിനസ് കൺസൾട്ടൻറ്റ്, കമ്പനി സെക്രട്ടറിയാണ്. ഈ ഒരു പ്രൊഫഷനിലാണ് ഞാൻ 18 വർഷമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്ന തുല്യമായൊരു യാത്ര ഒരിക്കലും നമ്മൾ നടത്തിയിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ രത്തൻ ടാറ്റയാണ്. സ്വപ്നം കണ്ട ഒരു ഓഫീസാണ് ബോംബെ ഹൗസ്. ടാറ്റയുടെ ഹെഡ് ഓഫീസ്, ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞാൽ ബോംബെയിലുള്ള ബോംബെ ഹൗസ് എന്നാണ് അതിന് പറയാം. വളരെ ട്രഡീഷണലായിട്ട് വളരെ റോയലായിട്ടുള്ള ഗംഭീര ഓഫീസാണ്. അവിടെ പോകുക എന്നുള്ള എൻ്റെ ഡ്രീമായിരുന്നു. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് ഉണ്ട്, ഡോക്ടർ അനിരുദ്ധൻ മാധവൻ എന്ന് പറയും. ടാറ്റനെ പോലുള്ള ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒരു കോമൺ ഫ്രണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ IG വിജയൻ സർ IPS. ഇവരെ കോൺടാക്റ്റ് ഇൻഫ്ലുവൻസും വെച്ചിട്ടാണ് കാണാൻ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാനും വിജയൻ സാറും ഡോക്ടർ അനിരുദ്ധൻ മാധവനും കൂടെ ബോംബെയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ബോംബെയിൽ ലാൻഡ് ചെയ്തു, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ടാറ്റ ഗ്രൂപ്പിൻ്റെ മുന്നിൽ ഒരു ബിസിനസ് പ്രപ്പോസൽ പ്രസൻറ്റ് ചെയ്യാൻ കിട്ടിയ അവസരം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത്രയും നല്ല കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 11 o'clock അപ്പോയിൻമെൻറ്റ്. വാട്ട് ടൈം വി ഷുഡ് സ്റ്റാർട്ട് എന്ന് ചോദിച്ചു. സോ ഹി സെഡ് 1 hour ട്രാഫിക് ഉണ്ടാവും, സോ വി ഷുഡ് സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് 8 o'clock. മനസ്സിലിങ്ങനെ കരുതി, എന്തിനാ 8 o'clock? അവരൊക്കെ 8 o'clock ലോബിയിലെത്തി. ഞാൻ 8:05 ആയി. 5 മിനിറ്റ് അല്ലേ. വിജയൻ സാർ പഠിപ്പിച്ച ഒരു പാടുണ്ടെന്ന്, വി ഷുഡ് ബി 10 to 15 minutes ഏർലിയർ. ഇതൊരു ലെസണാണ് ആഷിഖ്. ഈ 5 minutesൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. വി റീച്ച് ദർ അറ്റ് 10 o'clock. അവിടെ എത്തിയ ഉടനെ തന്നെ ഞാൻ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ
ബോംബെ ഹൗസിൻ്റെ ഫോട്ടോ അവിടുന്ന് ഒരു സെൽഫി എടുത്തു. അപ്പോൾ ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നു ഫ്രണ്ട്സിന്. ഒരു കോർപ്പറേറ്റ് ലൈഫിലാണ് എൻ്റെ ഒരു സിസ്റ്റം ബോംബെ ഹൗസിൽ ടാറ്റ കീപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് 11 o'clock വൈസ് ചെയർമാൻ വന്ന് ബോർഡ് റൂമിലിരുന്നു. ഒരുപാട് കാഷ്വൽ ടോക്കൊന്നുമില്ല. വിജയൻ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ പ്രസൻറ്റേഷൻ. That was the best ever which I had in my life. They agreed at the same moment itself. I just asked, can I meet Ratan Tata sir? They said he was here 5 minutes before, but he left for a meeting. I said, I want to see his chamber. He was expecting a great chamber, or I mean big chamber like, but it was very humble. I was very thrilled. എൻ്റെ വിസിറ്റിംഗ് കാർഡ് വൈസ് ചെയർമാനിന് കൊടുത്തു. ഹി സെഡ്, യുവർ കമ്പനി സെക്രട്ടറി വെരി ഗുഡ്. കാരിയറിനെ കുറിച്ചും എൻ്റെ പ്രൊഫഷനെ കുറിച്ചും എൻ്റെ ഓഫീസിനെ കുറിച്ചൊക്കെ അവർ ചോദിച്ചു. അപ്പം ആ ഒരു യാത്ര എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇത്രയധികം വാല്യൂ തന്ന, അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അള്ളാഹ് ഡയറക്റ്റ് ബ്ലെസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ സബ്ജക്റ്റുകൾ ബിസിനസ് കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ പല ക്ലയൻറ്റിൻ്റെ സബ്ജക്റ്റും ഭയങ്കര സ്ട്രെസ്ഫുൾ ആവാറുണ്ട്. അങ്ങനെ ഭയങ്കര സ്ട്രെസ്സ് ഉണ്ടാവുന്ന സമയത്ത് ഒറ്റയ്ക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വണ്ടിയിൽ തന്നെ വളരെ കുറഞ്ഞൊരു 20-30 സ്പീഡിൽ ചെറിയ പാട്ടിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം. ആ ഡ്രൈവ് കോഴിക്കോട് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പലപ്പോഴും ഞാൻ സ്പീക്കറായിട്ട് പോകാറുണ്ട്. പല കോൺഫറൻസുകളൊക്കെ സ്പീക്കറായിട്ട് പോകുമ്പോൾ പ്രിപ്പയർ ചെയ്ത് എൻ്റെ ടോക്ക് കുളവും. എന്തൊക്കെ പോയിന്റ് പറയണമെന്നൊരു മൈൻഡിൽ റീഡ് ചെയ്യുന്നതും പലപ്പോഴും ഞാൻ വണ്ടിയിൽ നിന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. അതിൽ എനിക്ക് എൻ്റെ ഈ ഒരു ബ്ലാക്ക് വണ്ടിയാണ് ഇഷ്ടം. ഒരു ഭയങ്കര പ്രൈവസി ഫീൽ ചെയ്യും. നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും ഈ യാത്രകളിൽ. നല്ല മെലഡീസ് അത് നിർബന്ധമാണ്. അതല്ലാതെ ഡ്രൈവിംഗ് പറ്റൂല. പലപ്പോഴും ഞാൻ വണ്ടി കയറുമ്പോൾ ഫ്ലൈറ്റ് മോഡാക്കും, ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട്. കുറഞ്ഞ സമയമായിരിക്കും കിട്ടുക. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കോഴിക്കോടിൻ്റെ നോർത്ത് എൻഡിലുള്ള ഈ ബീച്ച്. എ സ്പെഷ്യൽ പ്ലേസ് ഫോർ മീ. എൻ്റെ ബർത്ത്ഡേ ഒരിക്കലും ഭയങ്കര സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഫാമിലി തന്നത് ഈ ഒരു ബീച്ചിലാണ്. ഇവിടെ ഫാമിലി ആയിട്ടും വരും, അതിന് പുറമെ ഞാൻ ഒറ്റയ്ക്ക് വരും. കാലിക്കറ്റിൽ ഇത്തരത്തിലുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കണ്ടോ, വന്ന് ഡ്രൈവ് ചെയ്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അതിലുള്ളൊരു സുഖം വേറെ ഒന്നിനും കിട്ടില്ല. ഇവിടെ വന്ന് നമ്മൾ ഈ കടൽ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരു എൻഡ്ലെസ് സീ കാണുമ്പോൾ, ഒരുപാട് യാത്രകൾ ഇനിയുണ്ട്, ഇനിയാണ് തുടങ്ങാൻ പോകുന്നതിൽ ഒരു ഭയങ്കര പ്രതീക്ഷ തരുന്ന പ്ലേസാണിത്.